വയനാട്ടിൽ കോൺഗ്രസിന് ആശ്വാസമായ വാർത്ത വരുന്നു. വിമത സ്ഥാനാർത്ഥി ജഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. പാർട്ടിയിൽ വിശ്വാസമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജഷീർ പ്രതികരിച്ചു. ദീപക് മോഹൻ നമുക്കൊപ്പം. ദീപക് മോഹൻ, 2 മണിയാകുമ്പോൾ തീരുമാനമാകും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ടി സിദ്ദിഖ് അടക്കം. അപ്പോൾ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടു എന്ന് വേണ്ടേ കരുതാൻ? എന്താണ് ജഷീറിനെ അനുനയിപ്പിക്കാൻ പറഞ്ഞത്? സുജയ പാർവതി, ജഷീർ പള്ളിയിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് ശേഷം DCC ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ DCC നേതൃത്വവുമായി കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണാമെന്നാണ് പറയുന്നത്. പാർട്ടിക്ക് കളങ്കം വരുന്ന ഒരു നിലപാടും താൻ എടുക്കില്ല എന്ന് നേരത്തെ തന്നെ ജഷീർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. DCC പ്രസിഡന്റ് TJ ഐസക്കും ജഷീർ പള്ളിവേലിനൊപ്പമുണ്ട്. നേരത്തെ തോമാട്ടുചാൽ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ജഷീർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ തോമാട്ടുചാൽ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പാർട്ടി അത് അംഗീകരിച്ചിരുന്നില്ല. പിന്നീടാണ് വിമതനായി മത്സര രംഗത്തേക്ക് ജഷീർ എത്തിയത്. ഈ മൂപ്പനാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായ ശശീന്ദ്രനാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിമത സ്ഥാനാർത്ഥി നീക്കമുണ്ടായത്. ഇപ്പോൾ ആ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് ശേഷം DCC ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. DCCയുടെ നേതൃത്വത്തിന്റെ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാവുകയാണെന്ന് തോന്നുന്നു. എന്തായാലും കോൺഗ്രസിന് ആശ്വാസമാണ് ജഷീർ പള്ളിവേൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. ചർച്ചയ്ക്ക് പിന്നാലെയാണ് ആ തീരുമാനത്തിലേക്ക് ജഷീർ എത്തിയത്. വിമതനായി പിൻവലിച്ചു. അതെ 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 നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാർട്ടിക്ക് ഒരിക്കലും എൻ്റെ പാർട്ടിക്ക്, എന്നെ വളർത്തിയ പാർട്ടിക്ക്, എന്നെ സംരക്ഷിച്ച പാർട്ടിക്ക്, എന്നെ നാലാളെ മുമ്പിലാകെ അറിയിച്ച പാർട്ടിക്ക് ഒരു മുറിവ് പോലും, ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന വലിയൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. വയനാട് ജില്ലയിലെ അഗ്രഭാഗത്ത് തമിഴ്നാടോട് ചേർന്ന് നിൽക്കുന്ന വാരപ്രദേശത്ത് സാധാരണ കുടുംബത്തിൽ ജനിച്ച് CIT-കാരൻ്റെ ഉപ്പയുടെയും ലീഗുകാരിയായ ഉമ്മയുടെയും കുടുംബത്തിൽ ജനിച്ച് അവരെ മൂവർണ്ണ പതാകയിലേക്ക് ആദ്യമായി സ്വീകരിച്ച് കോൺഗ്രസ് കുടുംബമായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിവുണ്ടാക്കാൻ പാടില്ല എന്ന വലിയൊരു ലക്ഷ്യബോധം, വലിയൊരു ദൃഢപ്രതിജ്ഞ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം